ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിന്നേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ മൊഡ്യൂൾ 1 അതുപോലെ തന്നെ മൊഡ്യൂൾ 2 ഇത് രണ്ടും നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ട്രെൻഡ്സ് ഇൻ ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ള സബ്ജക്റ്റത്തെ 3rd മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. അതായത് അനാൽ ഹിസ്റ്റോറിയോഗ്രഫി, അനാൽ ചരിത്രരചന എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ള ടോപ്പിക്ക് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് അനുവൽ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നത്. അതായത് ഒരു ചരിത്രരചനയിൽ തന്നെ വലിയധികം മാറ്റം സൃഷ്ടിച്ച ഒരു സ്കൂളെന്ന് തന്നെ പറയാം ഈ ഒരു അനാലിനെ പറ്റി നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരു അനാലിൻ്റെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരാണ് മാർക്ക് ബ്ലോക്ക്, അതുപോലെ തന്നെ ലൂസിയൻ ഫെബുവർ, അതുപോലെ തന്നെ ഫെർണാണ്ടോ ബ്രോദൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മുമ്പത്തെ ക്ലാസ്സുകളൊന്നും കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒരു ഹിസ്റ്റോറിയോഗ്രഫീൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കൊക്കെ ആ ഒരു ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു അനാൽ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നിലവിലൊരു ചരിത്രരചനാ ശാസ്ത്രം ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു രീതി, ഇപ്പോൾ ഉദാഹരണത്തിന് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചരിത്രം എഴുതുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ ആ രീതിയിൽ നിന്ന് മാറിക്കാണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ, അല്ലെങ്കിൽ എന്താണ്, സംശയാസ്പദമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കാണ്ട് ഒരു ശാസ്ത്രീയമായ രീതിയിൽ ചരിത്രം രചിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തുടങ്ങിയതാണ് ഈ ഒരു അനാൽ സ്കൂൾ എന്ന് പറയുന്നത്. ഇത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലേക്കാണ് ഈ ഒരു അനാൽ സ്കൂൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഫ്രാൻസിലാണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ ഫ്രാൻസിൽ 1929 എന്താവുന്നത് ഈ ഒരു അനാൽ സ്കൂൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ ഒരു അനാൽ സ്കൂൾ ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ മാർക്ക് ബ്ലോക്ക്, അതുപോലെ തന്നെ ലൂസി ഫെബുവർ. നമ്മൾ ഈ ഒരു സ്ക്രീനിൽ ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഒരു മാർക്ക് ബ്ലോക്ക് അതുപോലെ തന്നെ ലൂസിയൻ ഫെബുവർ, ഈ രണ്ടാളും കൂടി കണ്ടാണ് എന്താവുന്നത് ഈ ഒരു അനാൽ സ്കൂൾ എന്നുള്ള ഈ ഒരു സ്കൂള് തുടങ്ങുന്നത്. പക്ഷേ ഈ ആദ്യകാലത്ത് ഈ ഒരു അനാൽ സ്കൂൾ എന്നുള്ളൊരു സ്കൂളില്ല. ആദ്യകാലത്ത് ഇതൊരു ജേണലായിരുന്നു. അതായത് ഈ മാർക്ക് ബ്ലോക്കും അതുപോലെ തന്നെ ലൂസിയൻ ഫെബുവറും ചേർന്നുണ്ടാക്കിയ ഒരു ജേണലിൻ്റെ പേരായിരുന്നു എന്ത്, ഈ ഒരു അനാൽ എന്നുള്ളത്. ഇതിൻ്റെ ഈ ഒരു അനാൽ എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഫുൾ ഫോം എന്താ വെച്ചാൽ അനാൽസ് ഡി ഹിസ്റ്ററി എക്കണോമിക് സോഷ്യൽ, ഇതായിരുന്നു ആ ഒരു ജേണലിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ ഈ ഒരു ജേണലാണ് പിന്നീട് എന്തായത് അനാൽ സ്കൂൾ എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ ഒരു രാഷ്ട്രീയ ചരിത്രമായിരുന്നു അക്കാലത്ത് രചിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി ഒരു സാമൂഹ്യ ചരിത്രത്തിലേക്ക് മാറണം. അതായത് ഒരു രാഷ്ട്രത്തിലെ തലവന്മാർ അല്ലെങ്കിൽ എന്താണ് ഭരണവർഗം, അവരുടെ ചരിത്രം മാത്രം രചിക്കപ്പെട്ടിരുന്ന ആ ഒരു സമയത്ത് അതിൽ നിന്ന് മാറിക്കാണ്ട് ഈ ഒരു സമൂഹത്തിലുള്ള ജനങ്ങൾ, സാധാരണ ജനങ്ങൾ, പാവപ്പെട്ട ആളുകൾ, അടിമപ്പണി എടുക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ചരിത്രം രചിക്കണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ സമഗ്ര ചരിത്രം, നവചരിത്രം, ആഗോള ചരിത്രം, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷ്യമാണ്. അതായത് മൊത്തത്തിൽ പഠിക്കുക, മൊത്തത്തിൽ എന്താവുക ചരിത്രത്തിൽ. അതായത് ഇപ്പോൾ ഒരാളും ഒരു സമൂഹത്തെയും ഒഴിവാക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഏറ്റവും ചെറിയ സമൂഹമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ സമൂഹമാണെന്നുണ്ടെങ്കിലും അതൊക്കെ എന്താവണം ഈ ചരിത്രത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ഒരു അനാൽ സ്കൂളിൻ്റെ ലക്ഷ്യത്തിൽപ്പെട്ട പ്രധാന ലക്ഷ്യം. പിന്നെ മറ്റുള്ള ഹിസ്റ്റോറിയോഗ്രഫിയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ, അതായത് മെഡീവൽ ഹിസ്റ്റോറിയോഗ്രഫിയൊക്കെ നോക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ ഒരു റിലീജിയസ് ഹിസ്റ്റോറിയോഗ്രഫിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, അവിടുത്തെ പണ്ഡിതന്മാർക്ക്, അതായത് അവിടുത്തെ ഈ ഒരു ചരിത്രകാരന്മാർക്ക് എല്ലാവർക്കും എന്തായിരുന്നു ഒരേ ഒരു കൺസെപ്റ്റായിരുന്നു. അതായത് എല്ലാവരും ഒരേ ആശയക്കാരായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു അനാൽ സ്കൂളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ അനാൽ സ്കൂളിലുള്ള ഈ ഒരു ചരിത്രകാരന്മാർക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഒരു അഭിപ്രായ സമന്വയത്തിൻ്റെ ആവശ്യമില്ല. അതായത് എല്ലാവരും ഒരേ അഭിപ്രായക്കാരനാവണമെന്ന് ആവശ്യമില്ല. ഒരാൾക്ക് മറ്റൊരാളെ വേണമെങ്കിൽ വിമർശിക്കാം. അതിനുള്ള അധികാരം എന്തുണ്ടായിരുന്നു ഈ ഒരു അനാൽ സ്കൂൾ നൽകിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഒരു അനാൽ സ്കൂൾ, അതായത് ഈ ഒരു അനാൽ ചരിത്രരചന വന്നതോടുകൂടി എന്തായി, ഈ ഒരു സാധാരണ ജനങ്ങളൊക്കെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ തുടങ്ങി. അതായത് അവരെക്കുറിച്ചൊക്കെ എന്തായി ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ തുടങ്ങി. അതായത് ഇപ്പോൾ പ്രഭുക്കന്മാർക്ക് കീഴിൽ അടിമപ്പണി എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്താണ് താഴ്ന്ന് ജോലി ചെയ്തിരുന്ന ആളുകൾ, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ, ഇവരൊക്കെ എന്തായി ഇവരെക്കുറിച്ചൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ തുടങ്ങി എന്നുള്ളതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പറഞ്ഞത് മാർക്ക് ബ്ലോക്ക് നമ്മൾ മുന്നേ പരാമർശിച്ചൊരു വ്യക്തിയാണ്. അതായത് ഈ ഒരു അനാൽ സ്കൂളിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ് ആര്, ഈ ഒരു മാർക്ക് ബ്ലോക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം മരണപ്പെടുന്നത് 1944. നമ്മളെ ഈ ഒരു ഹിറ്റ്ലറിൻ്റെ ഈ ഒരു ഗെസ്റ്റപ്പോ സൈനികരുണ്ട്. അപ്പോൾ ഈ ഒരു ഗെസ്റ്റപ്പോ സൈനികരുമായുള്ള ഒരു യുദ്ധത്തിലാണ് ആര് മരണപ്പെടുന്നത്, നമ്മുടെ ഈ ഒരു മാർക്ക് ബ്ലോക്ക് മരണപ്പെടുന്നത്. പിന്നെ ഇനി അടുത്തായിട്ട് നമ്മൾ പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഫ്യൂഡൽ സൊസൈറ്റി എന്നുള്ളത്.
ഫ്യൂഡൽ സൊസൈറ്റി. അദ്ദേഹം യൂറോപ്പിൽ നമ്മളിപ്പോൾ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് യൂറോപ്പിൽ എന്താണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നു എന്നുള്ളത്. ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാർ അവർക്കിടയിൽ എന്താവുക, കർഷകർ അടിമപ്പണി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫ്യൂഡലിസത്തിൻ്റെ ഒരു സമഗ്ര ചരിത്രമാണ് ഈ ഒരു ഫ്യൂഡൽ സൊസൈറ്റി എന്നുള്ള ആ ഒരു ഗ്രന്ഥത്തിൽ നമ്മുടെ ഈ ഒരു മാർക്ക് ബ്ലോക്ക് നമ്മോട് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, പണ്ട് കാലത്ത് ഈ ഒരു രാജാവിന് പ്രാധാന്യം നൽകിക്കാണ്ടുള്ള ഒരു ഫ്യൂഡൽ ചരിത്രമായിരുന്നു രചിക്കപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി അദ്ദേഹം ഈ ഒരു ഫ്യൂഡൽ സൊസൈറ്റിയിൽ പറയുന്നത് എന്താ വെച്ചാൽ, അവിടുത്തെ ഈ ഒരു ഫ്യൂഡലിസത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന കർഷകർ, അതുപോലെ തന്നെ അടിയാളർ, അടിമകൾ, അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ചരിത്രം, അങ്ങനെ ഇവരുടെയൊക്കെ ചരിത്രം രചിച്ച് യൂറോപ്യൻ ചരിത്രം മൊത്തത്തിലൊന്ന് മാറ്റി എഴുതുക. അതായത് പണ്ട് കാലത്തുള്ള ഒരു രാജാക്കന്മാരുടെ ചരിത്രം മാത്രം രേഖപ്പെടുത്തുന്നതിൽ നിന്ന് സാധാരണ ജനങ്ങളെയും അതിൽ ഉൾപ്പെടുത്തിക്കാണ്ട് ചരിത്രം രചിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഫ്യൂഡൽ സൊസൈറ്റി എന്നുള്ളതിൻ്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു ഫ്യൂഡൽ സൊസൈറ്റിയിൽ കൂടുതൽ സാധാരണ ജനങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയ എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് ദി റോയൽ ടച്ച് എന്നുള്ളത്. ദി റോയൽ ടച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റാണ്. അതായത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ, പണ്ട് കാലത്ത് യൂറോപ്പിലുണ്ടായിരുന്നത് എന്താ വെച്ചാൽ, രാജാക്കന്മാർ എന്ത് തൊട്ടാലും, അതിപ്പോൾ ഒരാൾക്ക് അസുഖമുണ്ട്, അപ്പോൾ രാജാവ് ഒന്നിങ്ങനെ തൊട്ടാൽ അയാളുടെ അസുഖം മാറുന്നുള്ള ആ ഒരു വിശ്വാസം അക്കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതിനാണ് ദി റോയൽ ടച്ച് എന്ന് പറയാം. അപ്പോൾ ഇതിനൊക്കെ വിമർശിച്ച് കണ്ട് ആര് എഴുതുന്നുണ്ട്, നമ്മുടെ ഈ ഒരു മാർക്ക് ബ്ലോക്ക് തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്. അങ്ങനെ ഈ ഒരു തൊട്ടാൽ അസുഖം മാറുന്നത് കൊണ്ട് തന്നെ ആളുകൾ എന്തായി, ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് രാജാവിനെ കണക്കാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറണം, മൊത്തത്തിൽ സമഗ്ര ചരിത്രം വേണം, അതായത് സാധാരണ ജനങ്ങളെ പറ്റിയും ചരിത്രം രചിക്കണം എന്നുള്ളതൊക്കെയാണ് ഇത് ദി റോയൽ ടച്ച് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി എന്നുള്ളത്. അതായത് നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായി 1789. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുണ്ടായിരുന്ന ഫ്രഞ്ച് സമൂഹത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് എന്താവുന്നത് ഈ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നത്. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് ആ ഒരു നാട്ടിൽ, അതായത് ഫ്രാൻസിൽ സാധാരണ ജനങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്. നമുക്കറിയാം 3 എസ്റ്റേറ്റുകളായിട്ട് ജീവിച്ചിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അതായത് ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്, അങ്ങനെ എസ്റ്റേറ്റുകളാക്കിയിട്ട് ആണ് ജീവിച്ചിരുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള, അതായത് 1789 മുമ്പുള്ള ആ ഒരു കാലഘട്ടത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് ഈ ഒരു ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററിയിൽ അദ്ദേഹം നമ്മോട് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എന്നുള്ളത്. അവിടെ നമ്മൾ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, എന്നുണ്ട്, ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മാസ്റ്റർ പീസ് ഐറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനാ പറയാം, ഈ ഒരു ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റിനെ പറ്റി നമുക്ക് പറയാം. ഈ ഒരു ചരിത്രത്തെ പറ്റി, അതുപോലെ തന്നെ അതിൻ്റെ തൻ്റെ വീക്ഷണങ്ങളെ പറ്റി, നിരീക്ഷണങ്ങളെ പറ്റി, എങ്ങനെയാണ് ചരിത്രം രചിക്കേണ്ടത്, അതിനെപ്പറ്റിയൊക്കെ എന്താവുന്നുണ്ട് ഈ ഒരു ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റിൽ ഈ ഒരു മാർക്ക് ബ്ലോക്ക് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ, വിമർശനമായിട്ട് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു ചരിത്രം രചിക്കുമ്പോൾ ഓരോ ഉപാദാനത്തെയും, അല്ലെങ്കിൽ എന്താണ് ആ ഒരു നമുക്ക് കിട്ടിയ അറിവിനെ നമ്മൾ വിമർശനാത്മകമായി ചിന്തിക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ അന്ധവിശ്വാസികളായി മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വിമർശനാത്മകമായിട്ട് ചിന്തിച്ചാൽ മാത്രമേ ഒരു ചരിത്രകാരൻ എന്താവുകയുള്ളൂ, ശാസ്ത്രകാരനാവുകയുള്ളൂ എന്നാണ് ആര് പറയുന്നത്, മാർക്ക് ബ്ലോക്ക് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സംഭാവനകൾ, അതുപോലെ തന്നെ അദ്ദേഹം രചിച്ച ഈ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റുകൾ, ആശയങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തെ ഒരു ഐക്കണാക്കി മാറ്റി. അതായത് പിൽക്കാലത്ത് വരുന്ന ചരിത്രകാരന്മാർക്ക് അദ്ദേഹത്തെ ഒരു ഐക്കണാക്കി സ്ഥാപിക്കാൻ കാരണമായി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മാർക്ക് ബ്ലോക്കിനെ പറ്റി പഠിക്കേണ്ടത്. അപ്പോൾ ഒരു മാർക്ക് ബ്ലോക്കിനെ പറ്റി ഒന്ന് നോക്കി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ലൂസിയൻ ഫെബുവറിനെ പറ്റിയാണ്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു അനാൽ ചരിത്രരചന തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഈ ഒരു അനാൽ എന്നുള്ള ഈ ഒരു ജേണൽ തുടങ്ങുന്നത് ആരാണ്, ലൂസിയൻ ഫെബുവറും അതുപോലെ തന്നെ മാർക്ക് ബ്ലോക്കുമാണ്. മാർക്ക് ബ്ലോക്കിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് ലൂസിയൻ ഫെബുവറാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് തന്നെ അതാണ്. അനാൽ ജേണലിൻ്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു ആര്, ഈ ഒരു ലൂസിയൻ ഫെബുവർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ ഒരു മാർക്ക് ബ്ലോക്ക് നമ്മൾ പറഞ്ഞു ഹിറ്റ്ലറുടെ ഗെസ്റ്റപ്പോ സൈനികരാൽ വധിക്കപ്പെട്ടു. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു അനാലിൻ്റെ പത്രാധിപനായി മാറിയത് ആരാണ്, ഈ ഒരു ലൂസിയൻ ഫെബുവറാണ്. അദ്ദേഹം 1956 അന്തരിക്കുന്നത്. പിന്നെ ദൈക്ഷണിക ചരിത്രരചനയ്ക്ക് തുടക്കം കുറിച്ചൊരു വ്യക്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ നിങ്ങൾ മാർട്ടിൻ ലൂതറൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൽ പ്രധാനപ്പെട്ട ഒരു
വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ. ഫ്രഞ്ച് വിപ്ലവത്തിലെ ശിശു എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് മാർട്ടിൻ ലൂതർ. അപ്പോൾ ഈ മാർട്ടിൻ ലൂതർ അതുപോലെ തന്നെ റാബില ഈ ആളുകളെ കുറിച്ചൊക്കെ പഠിച്ച വ്യക്തിയാണ് ആര്, ഈ ഒരു ലൂസിയൻ ഫെബർ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ, നമ്മളൊരു ചരിത്രത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ചരിത്ര വിഷയം തിരഞ്ഞെടുത്ത് അതിലിങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു അപരൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്താവേണ്ടത്, അതിനെ പരിഗണിക്കേണ്ടതെന്നുള്ളതാണ്. അതായത് അപ്പോൾ അങ്ങനെ അപരൻ എന്നുള്ള രീതിയിൽ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മുൻവിധികൾ അതുപോലെ തന്നെ നമ്മുടെ മറ്റു പല കാര്യങ്ങൾ, അതായത് നമ്മുടെ മറ്റു പല അറിവുകളൊക്കെ ഇതിൽ സ്വാധീനം ചെലുത്തിക്കാണ്ട് ചരിത്രം തെറ്റായി രചിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താവണം, ഒരു അപരൻ എന്നുള്ള രീതിയിൽ ആ ഒരു വിഷയത്തെ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു ചരിത്രത്തെ സമീപിക്കണം എന്നുള്ളതാണ് ലൂസിയൻ ഫെബർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൂസിയൻ ഫെബർ വളരെ കുറച്ച് പോയിന്റുകളുള്ളൂ, ഏകദേശം ഒരു 2 മാർക്കൊക്കെ ചോദിക്കാനുള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാനുള്ളതാണ് ഈ ഒരു ഫെർണാണ്ട് ബ്രോഡൽ എന്നുള്ളത്. അപ്പോൾ ഈ ഫെർണാണ്ട് ബ്രോഡലും ഈ ഒരു അനാൽ ജേണലുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. അതായത് 1956 ആര് മരിച്ചു, ലൂസിയൻ ഫെബർ മരിച്ചു. അപ്പോൾ ഈ ഒരു 1956 നമ്മൾ ഫസ്റ്റ് മാർക്ക് ബ്ലോക്ക് പത്രാധിപനായി അനാൽ ജേണലിൻ്റെ, പിന്നെ ലൂസിയൻ ഫെബർ. അങ്ങനെ 1956 ലൂസിയൻ ഫെബർ മരണപ്പെട്ടപ്പോൾ പിന്നെ പത്രാധിപനായത് ആരാണ്, ഫെർണാണ്ട് ബ്രോഡലാണ്. അപ്പോൾ ഈ ഒരു ഫെർണാണ്ട് ബ്രോഡൽ 1968 വരെ എന്താവുന്നുണ്ട്, ഈ ഒരു അനാൽ ജേണലിൻ്റെ പത്രാധിപനാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അനാൽ ചരിത്രരചന ഇങ്ങനെ വളർച്ച ഇങ്ങനെ ചെയ്തു വരികയായിരുന്നു. അപ്പോൾ ഈ ഒരു ഫെർണാണ്ട് ബ്രോഡലിൻ്റെ കാലഘട്ടത്തിലാണ് അനാൽ ചരിത്രരചന അല്ലെങ്കിൽ അനാൽ ജേണൽ എന്താവുന്നുണ്ട്, അതിൻ്റെ പരിപൂർണതയിലെത്തുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒന്നാമത്തെ ഗ്രന്ഥമാണ് ക്യാപിറ്റലിസം ആൻഡ് മെറ്റീരിയൽ ലൈഫ്. രണ്ടാമത്തെ ഗ്രന്ഥമാണ് മെഡിറ്ററേനിയൻ ആൻഡ് ദ മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ്. മൂന്നാമത്തത് ഓൺ ഹിസ്റ്ററി. അപ്പോൾ ഏതൊക്കെ, ഒന്നാമത്തത് ക്യാപിറ്റലിസം ആൻഡ് മെറ്റീരിയൽ ലൈഫ്, രണ്ടാമത്തത് മെഡിറ്ററേനിയൻ ആൻഡ് ദ മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ്, മൂന്നാമത്തത് ഓൺ ഹിസ്റ്ററി. അപ്പോൾ ഈ ഒരു 3 ഗ്രന്ഥങ്ങൾ പഠിച്ചു നോക്കുക. ഈ ഓൺ ഹിസ്റ്ററി എന്നുള്ള ആ ഒരു വേർഡ്, ആ ഒരു ഗ്രന്ഥം ഓർത്ത് വെക്കുക. ഏതൊരു പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓൺ ഹിസ്റ്ററി എന്ന് നൽകിയിട്ട് അതിനെപ്പറ്റി 2 മാർക്കിന് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഈ ഒരു ചരിത്രപരമായ കാലത്തെ തരംതിരിച്ചിട്ടുണ്ട്. അതായത് കാലങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. അതായത് ദീർഘകാലം, സാമൂഹിക കാലം, ഹ്രസ്വകാലം, അങ്ങനെ 3 രീതിയിൽ എന്തായിട്ടുണ്ട്, ഈ ഒരു കാലങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ദീർഘകാലം, രണ്ടാമത്തത് സാമൂഹിക കാലം, മൂന്നാമത്തത് ഹ്രസ്വകാലം എന്നതാണ്. പിന്നെ പണ്ട് കാലത്തൊക്കെ പ്രധാനമായിട്ടും ഈ ഒരു വിജയിച്ച ആളുകളുടെ ചരിത്രം മാത്രമാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. തോറ്റ അല്ലെങ്കിൽ എന്താണ് സാധാരണ ജനങ്ങളുടെ ചരിത്രം രചിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു വിജയിച്ച ആളുകളുടെ ചരിത്രം രചിക്കുന്നതിൽ നിന്ന് മാറി ഈ ഒരു ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ചരിത്രം രചിക്കണം എന്നുള്ളതാണ് ആര് പറയുന്നത്, ഫെർണാണ്ട് ബ്രോഡൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫെർണാണ്ട് ബ്രോഡലിനെ പറ്റി നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ അനാൽ ചരിത്രരചന പഠിച്ചു, മാർക്ക് ബ്ലോക്കിനെ പഠിച്ചു, ലൂസിയൻ ഫെബർ പഠിച്ചു, ഫെർണാണ്ട് ബ്രോഡലും പഠിച്ചു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താക്കുക, ഓർത്തു വെക്കുക. ഒരുപക്ഷെ അനാൽ ചരിത്രരചന ചോദിച്ചാൽ, ഒരു എസ്സേക്കൊക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന പോയിന്റുകളാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ പറ്റിയും ചിലപ്പോൾ ചോദിക്കാം, ഒരു 5 മാർക്കിന് 4 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റുകളൊക്കെ എന്താക്കുക, ഓർത്തു വെക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെന്താവുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം നിങ്ങളെന്താവുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. സോ താങ്ക് യു.